അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ഒരു തത്വം പറഞ്ഞു. എന്താണ് തത്വം? ഒരേ പാദവും ഒരേ പരപ്പളവുമുള്ള ത്രികോണത്തിന്റെ മൂന്നാം മൂല പാദത്തിന് സമാന്തരമായ വരയിലായിരിക്കും അല്ലേ? അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ ഒരേ പാദവും മൂന്നാമത്തെ മൂല പാദത്തിന് സമാന്തരമായ വരയിലുമായ ത്രികോണത്തിന്റെ എല്ലാം പരപ്പളവ് എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞു? ഒരേ മെഷർമെന്റുകളുള്ള, അതായത് രണ്ട് വശങ്ങളുടെ അളവുകൾ തന്നിരുന്നാൽ പരപ്പളവും തന്നിരുന്നാൽ എങ്ങനെ അതേ മെഷർമെന്റുള്ള എത്ര ത്രികോണങ്ങൾ വരയ്ക്കാം? രണ്ട് ത്രികോണങ്ങൾ വരയ്ക്കാം നമ്മൾ പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം ഇതാണ്, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് വശങ്ങൾ തന്നിരുന്നാൽ ആ രണ്ട് വശങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കാവുന്ന ട്രയാങ്കിളിന്റെ മാക്സിമം ഏരിയ എങ്ങനെയായിരിക്കും? ആ ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയാൽ അങ്ങനെ ആയിരിക്കും എന്തായിരിക്കും അതിന്റെ മാക്സിമം ഏരിയ വരുന്നത്. ശരിയല്ലേ? ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ക്വാഡ്രിലാറ്ററലിനെയും ട്രയാങ്കിളിനെയും പറ്റിയിട്ടാണ്. എന്താണ് ക്വാഡ്രിലാറ്ററൽ? എന്തോന്നാണ് ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാല്? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ട് ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ് ക്വാഡ്രിലാറ്ററൽ? നാല് സൈഡുകളും നാല് ആംഗിൾസുമുള്ള ക്ലോസ്ഡ് ഫിഗേഴ്സ്, അല്ലെങ്കിൽ നാല് സൈഡും നാല് ആംഗിൾസുമുള്ള പോളിഗൺസ് ആണ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. ഈ ക്വാഡ്രിലാറ്ററൽ രണ്ട് തരത്തിലുണ്ട്. എന്താണ്? ഒരു ജനറൽ ക്വാഡ്രിലാറ്ററലും അതുപോലെ സ്പെഷ്യൽ ക്വാഡ്രിലാറ്ററലും. എന്താണ് ഈ സ്പെഷ്യൽ ക്വാഡ്രിലാറ്ററൽ മീൻസ്? സ്പെഷ്യൽ ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ ചില പ്രത്യേകതകളുള്ള ക്വാഡ്രിലാറ്ററലാണ്. അപ്പോൾ സ്പെഷ്യൽ ക്വാഡ്രിലാറ്ററൽ എന്ന് വെച്ചാൽ ചില പ്രത്യേകതകളുള്ള ക്വാഡ്രിലാറ്ററലാണ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഒന്ന് സ്ക്വയർ അല്ലേ? അതുപോലെ പാരലോഗ്രാം, റോംബസ്, ട്രപ്പീസിയം അല്ലേ? ശരിയല്ലേ? റെക്റ്റാങ്കിൾ ശരിയല്ലേ? അതായത് സ്ക്വയർ സമചതുരം, റെക്റ്റാങ്കിൾ ചതുരം, പാരലോഗ്രാം സാമാന്തരികം, റോംബസ് സമഭുജ സാമാന്തരികം, ട്രപ്പീസിയം ലംബകം, അതുപോലെ ഐസോസ്ലസ് ട്രപ്പീസിയം എന്താണ്? സമപാർശ്വലംബകം എന്നിങ്ങനെയാണ് സ്പെഷ്യൽ ക്വാഡ്രിലാറ്ററൽസ് വരുന്നത്. ഇനി ജനറൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും ഉണ്ടായിരിക്കില്ല. ഇതിന് പ്രത്യേകിച്ച് സവിശേഷതകളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു രീതി നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? അതായത് ഒരു ക്വാഡ്രിലാറ്ററൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്? ആ ക്വാഡ്രിലാറ്ററലിനെ എന്ത് വരയ്ക്കുന്നു? ഒരു വികർണം, ഒരു ഡയഗണൽ വരയ്ക്കുന്നു. ഒരു വികർണം അല്ലെങ്കിൽ ഒരു ഡയഗണൽ വരയ്ക്കുന്നു. ആ ഡയഗണൽ ഉപയോഗിച്ച് എന്താണ്? ആ ഡയഗണൽ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ആ ക്വാഡ്രിലാറ്ററലിനെ രണ്ട് ട്രയാങ്കിൾ ആക്കിയ ശേഷം ആ ട്രയാങ്കിളുകളുടെ ഏരിയ ആണ് കണ്ടുപിടിക്കുക. അങ്ങനെയല്ലേ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്? അതായത് എന്ത് ചെയ്യുന്നു? രണ്ട് ട്രയാങ്കിൾ ആകുമ്പോൾ ആ ട്രയാങ്കിളുകളിലേക്ക് അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നും ലംബം പെർപെൻഡിക്കുലർ വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ക്വാഡ്രിലാറ്ററലിനെ രണ്ട് ട്രയാങ്കിളുകളാക്കി, രണ്ട് ത്രികോണങ്ങളാക്കി എന്ത് കണ്ടെത്താൻ പറ്റും? ആ പരപ്പളവ് കണ്ടെത്താൻ സാധിക്കും. ശരിയല്ലേ? ഇനി അങ്ങനെ അല്ലെങ്കിലോ? അതായത് അങ്ങനെ അല്ലാതെ എങ്ങനെ കണ്ടെത്താം? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. നോക്കിക്കൊള്ളുക. നമ്മുടെ ക്വാഡ്രിലാറ്ററൽ ഇതാണ്. ക്വാഡ്രിലാറ്ററൽ ABCD ക്വാഡ്രിലാറ്ററൽ ABCD. ഈ ക്വാഡ്രിലാറ്ററൽ ABCDക്ക് തുല്യമായ എന്ത് വരയ്ക്കുക? ത്രികോണം വരച്ച്, ട്രയാങ്കിൾ വരച്ച് ഈ ചതുർഭുജം ABCDക്ക് തുല്യമായ ത്രികോണം വരച്ച് എന്ത് ചെയ്യാം? ആ ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടെത്തുമ്പോൾ അത് എന്തിന് തുല്യമായിരിക്കും? ചതുർഭുജത്തിന് തുല്യമായിരിക്കും. അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ആ ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു ഡയഗണൽ വരയ്ക്കും അല്ലെ? ഏരിയ കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ക്വാഡ്രിലാറ്ററലിന് ഒരു ഡയഗണൽ വരയ്ക്കും. ഡയഗണൽ വരച്ചപ്പോൾ ഇവിടെ രണ്ട് ട്രയാങ്കിൾ ആയി. ഏതാണ്? ട്രയാങ്കിൾ ABD അതുപോലെ ട്രയാങ്കിൾ BCD. അപ്പോൾ ട്രയാങ്കിൾ ABDയും ട്രയാങ്കിൾ BCDയും. അപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD, ചതുർഭുജം ABCDയുടെ പരപ്പളവ് സമം ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD
ABD എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് പ്ലസ് BCD എന്ന ത്രികോണത്തിന്റെ പരപ്പളവ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD is equal to ഏരിയ ഓഫ് ട്രയാങ്കിൾ ABCD. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD, അതായത് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD is equal to ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BCD. ശരിയല്ലേ? ശരിയല്ലേ? അപ്പൊ നമുക്ക് ABDയുടെ പരപ്പളവും BCDയുടെ പരപ്പളവും കണ്ടെത്തേണ്ടി വരും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിലേക്ക് ലംബം വരയ്ക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ആ ലംബം വരയ്ക്കാതെ എങ്ങനെ കണ്ടെത്താം? ലംബം വരയ്ക്കാതെ എങ്ങനെ കണ്ടെത്താം? നമ്മൾ ചെയ്യേണ്ട രീതി, ഈ AB എന്ന് പറയുന്ന വശത്തെ എന്ത് ചെയ്യുക? കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക. AB എന്ന് പറയുന്ന വശത്തെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുക. അതിനുശേഷം ഈ ത്രികോണത്തിന് തുല്യമായ മറ്റൊരു ത്രികോണം വരയ്ക്കേണ്ടി വരും അല്ലെ? ഈ ത്രികോണത്തിന് തുല്യമായ മറ്റൊരു ത്രികോണം വരയ്ക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ത്രികോണത്തിന് തുല്യമായ മറ്റൊരു ത്രികോണം വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്നത് അതിന്റെ പാദത്തിന് സമാന്തരമായ വരയിലൂടെ, പാദത്തിന്റെ എതിർമൂലയിലൂടെ, പാദത്തിന്റെ ബേസിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെ പാദത്തിന് സമാന്തരമായ ഒരു വര വരയ്ക്കും അല്ലെ? അതായത് BD, ഇവിടെ BDക്ക് സമാന്തരമായി സിയിലൂടെ നമ്മൾ എന്ത് വരയ്ക്കുന്നു? ആ ഒരു സമാന്തര വര വരയ്ക്കുന്നു. ശരിയല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സമാന്തര വരയെ ഇങ്ങനെ നീട്ടി വരയ്ക്കുമ്പോൾ ഈ സമാന്തര വര എവിടെ കൂട്ടിമുട്ടണം? ഈ ABയെ നീട്ടിയ വരയിൽ കൂട്ടിമുട്ടണം. അപ്പോ ഇവിടെ കൂട്ടിമുട്ടി. ഇവിടെ E എന്ന പോയിന്റിൽ കൂട്ടിമുട്ടി. ഇനി എന്ത് ചെയ്യും? അതങ്ങ് ചേർത്ത് വരച്ചാൽ പോരെ? ഞാൻ ഈ ഒരു പോയിന്റിനെ യോജിപ്പിക്കുന്നു. അപ്പൊ എനിക്കിവിടെ എന്ത് കിട്ടി? AED അല്ലെ? ട്രയാങ്കിൾ AED കിട്ടി. ട്രയാങ്കിൾ എന്ത് കിട്ടിയില്ലേ? ട്രയാങ്കിൾ AED കിട്ടിയില്ലേ? ഈ ട്രയാങ്കിൾ AED എന്തിന് തുല്യമാണ്? ട്രയാങ്കിൾ BCDക്ക് തുല്യമാണ്. ആണോ? അല്ല. ഈ ട്രയാങ്കിൾ AED എന്തിനാണ് തുല്യമാവുന്നത്? ഈ ചതുർഭുജം ABCDക്ക് തുല്യമാകും. ഈ ട്രയാങ്കിൾ AED എന്തിന് തുല്യമാകും? ചതുർഭുജം ABCDക്ക് തുല്യമാകും. അതെങ്ങനെയാന്നല്ലേ? നമ്മുടെ ഈ ട്രയാങ്കിൾ BCD നോക്കിക്കേ. ട്രയാങ്കിൾ BCD, ഈ ട്രയാങ്കിൾ BCDയുടെ പാദത്തിന് സമാന്തരമായാണ് നമ്മൾ എന്ത് വരച്ചത്? ഒരു വര വരച്ചത്. അതിലേക്കാണ് നമ്മൾ എന്ത് വരച്ചു ചേർത്തത്? ഡിയിൽ നിന്നും വരച്ചു ചേർത്തത്. ശരിയല്ലേ? അപ്പോ ഇവിടെ കിട്ടിയ ട്രയാങ്കിൾ BDE, ട്രയാങ്കിൾ BDE എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്? BCDക്ക് തുല്യമാണ്. പറഞ്ഞ് മനസ്സിലായോ? ഈ BDE എന്ന് പറയുന്ന ട്രയാങ്കിൾ BCDക്ക് തുല്യമാണ്. BCDയുടെ പരപ്പളവിന് തുല്യമാണ്, ഏരിയയ്ക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും കണ്ടുപിടിക്കാനുള്ള സമവാക്യം? എങ്ങനെയായി മാറുന്നു? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE. ശരിയല്ലേ? ഈ സമവാക്യം എങ്ങനെയാ മാറുന്നു? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BDE. ശരിയാണല്ലോ? അപ്പോ ഈ രണ്ട് ത്രികോണങ്ങളും ചേരുന്നത് ഏത് ത്രികോണമാണ്? AED അല്ലേ? ശരിയല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ AED അല്ലേ? ABDയും BDEയും ചേരുന്നത് AED എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ അല്ലേ? BDEയും ABDയും ചേരുന്നത് എന്തിനു തുല്യമാണ്? AED എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളിന് തുല്യമാണ്. ശരിയല്ലേ? അപ്പോ ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അത് എന്തിനു തുല്യമായിരിക്കും? ABCD എന്ന് പറയുന്ന ചതുർഭുജത്തിന്, ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിന് തുല്യമായിരിക്കും. ശരിയാണല്ലേ? അപ്പോ
ABCD എന്ന് പറയുന്ന ചതുർഭുജത്തിന് തുല്യമാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AED. മനസ്സിലായല്ലോ, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചതുർഭുജത്തിന്റെ ഏരിയ മറ്റൊരു രീതിയിൽ കണ്ടുപിടിക്കുന്നത്. അതായത് ഒരു ത്രികോണം ഉപയോഗിച്ച് അല്ലെങ്കിൽ ത്രികോണം കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, ABCDയുടെ പരപ്പളവ് കണ്ടുപിടിക്കുന്നു, ചതുർഭുജത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുന്നു. സംശയങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ശരി, ഇനി നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യം നോക്കുക. നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യം നോക്കുക. ചോദ്യം ഇങ്ങനെയാണ്: ഡ്രോ ദ ടു ക്വാഡ്രിലാറ്ററൽസ് ആസ് ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. Draw triangles of the same area and calculate the areas. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 15ാമത്തെ പേജുള്ള ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് 15ാമത്തെ ചോദ്യം നോക്കുക, അത് എഴുതിയെടുക്കുക. ഇപ്പൊ ചോദ്യം ഇങ്ങനെയാണ്: ഡ്രോ ദ ടു ക്വാഡ്രിലാറ്ററൽസ് ആസ് ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്. ഡ്രോ ട്രയാങ്കിൾസ് ഓഫ് ദി സെയിം ഏരിയ ആൻഡ് കാൽക്കുലേറ്റ് ദി ഏരിയാസ്. അപ്പൊ എന്ത് ചെയ്യുന്നു, നമുക്ക് എന്ത് ചെയ്യാം, ആ ട്രയാങ്കിൾസ്, ആ ക്വാഡ്രിലാറ്ററൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ ചോദ്യത്തിൽ പറഞ്ഞ ഒന്നാമത്തെ ക്വാഡ്രിലാറ്ററൽ ഇതായതാണ്. 5 സെന്റിമീറ്റർ ഒരു വശം, 3 സെന്റിമീറ്റർ മറ്റൊരു വശം, 4 സെന്റിമീറ്റർ മറ്റൊരു വശം, ഓരോ കോണുകളും 80 120. ഇത് വരയ്ക്കാൻ അറിയാമല്ലോ. ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരയ്ക്കും. ആദ്യമേ 5 സെന്റിമീറ്റർ വരയ്ക്കുക, അതിൽ 80 ഡിഗ്രി വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു വര വരയ്ക്കുക, അതിൽ 3 അടയാളപ്പെടുത്തുക. ആ പോയിന്റിൽ വെച്ച് 120 ഡിഗ്രി എടുത്ത് അടുത്ത ഒരു വര വരയ്ക്കുക, അതിൽ 4 അടയാളപ്പെടുത്തുക. ദെൻ ആ പോയിന്റും ഇതിന്റെ എൻഡ് പോയിന്റും കൂടി യോജിപ്പിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന് തുല്യമായ ഒരു ത്രികോണം വരച്ചാൽ ഇതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇതിന് തുല്യമായ ത്രികോണമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ആ പടം ഒന്നുകൂടെ വരയ്ക്കുന്നു, നോക്കിക്കോ. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഒരു വികരണം, ഒരു ഡയഗണൽ വരയ്ക്കണം. ഡയഗണൽ വരച്ചല്ലോ, ഡയഗണൽ വരച്ചില്ലേ? ആ ഡയഗണൽ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഡയഗണലിന് പാരലായി മറ്റൊരു വര വരയ്ക്കുന്നു. ഏതിലൂടെ? ഇതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലൂടെ. ഈ ട്രയാങ്കിളിന്റെ, നോക്കുക, ഈ ട്രയാങ്കിളിന്റെ ബേസ് ആണ് ഈ ഡയഗണൽ. അപ്പോൾ അതിലൂടെ വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ നീണ്ടുപോകും. ശരിയല്ലേ? നീണ്ടുപോകില്ലേ? ഇനി എന്ത് ചെയ്യുക, ഇതങ്ങോട്ട് നീട്ടി വരയ്ക്കുക, ഇതങ്ങോട്ട് നീട്ടി വരയ്ക്കുക. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു, ഈ ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ആ പോയിന്റിലേക്ക് എന്ത് യോജിപ്പിച്ചു കൊടുക്കുക, ഈ ഒരു പോയിന്റിൽ നിന്നും യോജിപ്പിച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഒരു ത്രികോണം എന്താണ്? ഈ മൊത്തം ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. ഈ മൊത്തം ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി അടുത്ത ചിത്രം നോക്കാം. ഈ ഒരു ക്വാഡ്രിലാറ്ററലും വരയ്ക്കാൻ അറിയാം അല്ലേ? അപ്പോൾ നേരത്തെ കണ്ട ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്തായിരുന്നു, അല്ലെങ്കിൽ പ്രത്യേകത അല്ലാതെ എങ്ങനെയായിരുന്നു വരയ്ക്കേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് തന്നിരുന്നത്? അതിൽ 3 വശങ്ങളുടെ അളവുകളും 2 കോണുകളും അല്ലേ? 3 സൈഡും 2 ആംഗിളും തന്നിരുന്നു. ഇവിടെ 4 സൈഡും തന്നിട്ടുണ്ട്, പോരാത്ത ഡയഗണലും തന്നിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ വരയ്ക്കും നിങ്ങൾ? ആദ്യം ഈ 8.5 സെന്റിമീറ്റർ വരയ്ക്കുക, ദെൻ 6 സെന്റിമീറ്റർ വരയ്ക്കുക. 6 സെന്റിമീറ്റർ വരയ്ക്കുക, അല്ലെങ്കിൽ 6 സെന്റിമീറ്റർ എന്ത് ചെയ്യുക, കോമ്പസിൽ അളന്ന് മാർക്ക് ചെയ്യുക. ദെൻ ഈ ഡയഗണൽ 7.5 സെന്റിമീറ്റർ എന്ത് ചെയ്യുക, കോമ്പസിൽ അളന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഒരു ട്രയാങ്കിൾ ഇവിടെ കിട്ടുമല്ലേ? ദെൻ ഈ പോയിന്റിൽ വെച്ച് 5 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്ത് മാർക്ക് ചെയ്യുക. ഈ പോയിന്റിൽ വെച്ച് 4.5 സെന്റിമീറ്റർ കോമ്പസിൽ മാർക്ക് ചെയ്യുക. ഈ 2 ആർക്കുകളും, ആ മാർക്ക് ചെയ്ത രണ്ട് ആർക്കുകളും കൂടി കൂട്ടിമുട്ടുന്ന ആ പോയിന്റ് എന്തെടുക്കുക, അടുത്ത വെർട്ടെക്സ് ആക്കി എടുക്കുക. അതും കൂടി ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ എന്ത് ചെയ്യും, നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ചോദ്യം ഇതിന് തുല്യമായ ട്രയാങ്കിൾ വരയ്ക്കുക എന്നാണ്. എങ്ങനെയാ വരയ്ക്കുക? നമുക്ക് അവർ തന്നെ എന്ത് തന്നിട്ടുണ്ട്, ഡയഗണൽ തന്നിട്ടുണ്ടല്ലേ. അപ്പൊ എന്ത് ചെയ്താൽ മതി, ആ ഡയഗണൽ ഉപയോഗിച്ച് എന്ത് ചെയ്താൽ മതി, ആ ഡയഗണലിൽ ഒരു പാരലൽ വരച്ചാൽ മതി. ഇങ്ങനെ വരച്ചാൽ ആ പാരലിനോടൊപ്പം എന്തുകൂടെ നീട്ടി കൊടുക്കുക, ഈ ലൈൻ കൂടി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ശരിയല്ലേ? ദെൻ എന്ത് ചെയ്യുക, ആ പോയിന്റിലേക്ക് ഇതിനെ മാർക്ക് ചെയ്യുക, ഇതിനെ കൂട്ടി യോജിപ്പിക്കുക. ആ പോയിന്റിലേക്ക് ഇതിനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഈ കിട്ടിയ ട്രയാങ്കിൾ, പുതിയ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ക്വാഡ്രിലാറ്ററലിന്റെ അതേ ഏരിയ ആയിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്ര ഭാഗം മാത്രം വെച്ചിട്ട് രണ്ടിലും എന്ത് വെച്ച് നോക്കുക,
ഓരോ ഹൈറ്റ് വരച്ചു നോക്കി ഹൈറ്റ് അളന്ന് എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇതിന്റെയും ഏരിയ കണ്ടുപിടിച്ച് കൂട്ടുക. ദെൻ ഈ ഒരു ഹൈറ്റ് വരച്ചിട്ട് ഇതിന്റെ മൊത്തത്തിലുള്ള ഏരിയയും കണ്ടുപിടിക്കുക. ഈ പാർട്ട് അളന്ന് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ വരച്ചതിന് ശേഷം ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യും, രണ്ടിന്റെ ഏരിയ ഈക്വൽ ആണെന്ന് കിട്ടും. നിങ്ങൾ വരച്ചത് ശരിയാണെങ്കിൽ എന്തായിരിക്കും, ഏരിയ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നോക്കുക. 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു റോംബസ് വരയ്ക്കുക. 6 സെന്റിമീറ്റർ, ഒരു വശത്തിന് നീളം 6 സെന്റിമീറ്റർ ആയ ഒരു റോംബസ് വരയ്ക്കുക. അതിന്റെ ഒരു കോൺ, ഒരു ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കണം. അതിന്റെ ഒരു ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കണം. എന്നിട്ട് ആ റോംബസിന് ഈക്വൽ ഏരിയ ഉള്ള ഒരു മട്ടത്രികോണം, ഒരു റൈറ്റ് ട്രയാംഗിൾ വരയ്ക്കുക. ഇതാണ് ചോദ്യം. അപ്പോൾ 6 സെന്റിമീറ്റർ ഒരു വശത്തിന്റെ നീളം, 60 ഡിഗ്രി ഒരു ആംഗിൾ. വരയ്ക്കേണ്ടത് റോംബസ്, മലയാളത്തിൽ സമഭുജ സാമാന്തരികം അല്ലേ? സമഭുജ സാമാന്തരികം. എന്താണ് ഒരു സമഭുജ സാമാന്തരികം എന്ന് പറഞ്ഞാല്? അതായത് എല്ലാ വശങ്ങൾക്കും ഒരേ അളവുള്ള ഒരു സാമാന്തരികമാണ് എന്ത്? സമഭുജ സാമാന്തരികം അല്ലേ? അതായത് വശങ്ങളെല്ലാം തുല്യമായ സാമാന്തരികത്തെ സമഭുജ സാമാന്തരികം എന്ന് പറയുന്നു അല്ലേ? ശരിയല്ലേ? എല്ലാ വശങ്ങളും ഒരേ അളവായിട്ടുള്ള പാരലോഗ്രാമാണ് റോംബസ്. അപ്പോ ഒരു വശത്തിന്റെ അളവ് തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഉപയോഗിച്ച് എല്ലാ വശങ്ങളും വരയ്ക്കാൻ സാധിക്കും. ഇനി ഒരു റോംബസിന്റെ എല്ലാ കോണുകളും തുല്യമായിരിക്കുമോ? ഒരു റോംബസിന്റെ എല്ലാ കോണുകളും തുല്യമായിരിക്കുമോ? ആയിരിക്കില്ല. എന്തായിരിക്കും? ഒരു കോൺ 60 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള കോൺ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ശരിയല്ലേ? എന്നാൽ എതിർ കോണുകൾ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഒരു സമഭുജ സാമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമാണ്, എന്നാൽ എല്ലാ കോണുകളും എങ്ങനെയല്ല? തുല്യമല്ല. ശരിയല്ലേ? എന്നാൽ ഒരു കോൺ തന്നിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ഒരു റോംബസ് വരയ്ക്കാനായിട്ട് പറ്റും. നമ്മളത് എങ്ങനെ വരയ്ക്കൂടെ? ആദ്യം 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു റോംബസ്, ഒരു വര വരയ്ക്കുക. റോംബസ് വരയ്ക്കാനായിട്ട് 6 സെന്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുക. ദെൻ അതിന്റെ ഏതെങ്കിലും ഒരു എൻഡ് പോയിന്റിൽ വെച്ചിട്ട് എന്ത് വരയ്ക്കുക? 60 ഡിഗ്രി വരയ്ക്കുക. 60 ഡിഗ്രി വരച്ചു. ശരിയല്ലേ? ഈ 60 ഡിഗ്രി വരച്ച വരയിലും എന്തെന്ന് അടയാളപ്പെടുത്താം? 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്താം. കാരണം എല്ലാ വശങ്ങളും തുല്യമാണ് അല്ലേ? അപ്പൊ 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. ദെൻ ഇനി എന്ത് ചെയ്യാം? ഈ വരച്ച വരയ്ക്ക് ഒരു പാരലൽ ലൈൻ വരയ്ക്കുക, ഒരു സമാന്തര വര വരയ്ക്കുക. ദെൻ അതിലും 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഈ പോയിന്റുകൾ യോജിപ്പിക്കുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് എന്ത് വരയ്ക്കാം? റോംബസ് വരയ്ക്കാം. അല്ലെങ്കിൽ ആദ്യം ഒരു 6 സെന്റിമീറ്റർ നീളത്തിൽ വര വരയ്ക്കുന്നു. ദെൻ 60 ഡിഗ്രി ആംഗിൾ എടുത്ത് മറ്റൊരു വര വരയ്ക്കുന്നു. അതിൽ 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. ദെൻ എന്ത് ചെയ്യാം? ഇപ്പുറത്ത് നമ്മൾ ഇവിടെ ഏത് പോയിന്റിലാണോ ആംഗിൾ വെച്ച് വരച്ചത്, അല്ലെങ്കിൽ പ്രൊട്രാക്ടർ വെച്ച് ആംഗിൾ വരച്ചത്, തൊട്ടപ്പുറത്തെ പോയിന്റ് എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ വരച്ച കോണിനെ 180 നിന്നും കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നു അത് വരയ്ക്കുക. അതിലും 6 അടയാളപ്പെടുത്തുക. ദെൻ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. അങ്ങനെയും വരയ്ക്കുക. അപ്പോൾ ഈ റോംബസ് വരച്ചു. റോംബസിന്റെ പ്രത്യേകത എല്ലാ വശങ്ങളും എന്താണ്? ഒരേ അളവാണ്. ഇവിടെ 6 സെന്റിമീറ്റർ ആണ്. ഈ ഒരു കോൺ എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പൊ ഇതിന് തുല്യമായ എന്ത് വരയ്ക്കാനാണ് പറയുന്നത്? മട്ടത്രികോണം വരയ്ക്കാനാണ് പറയുന്നത്. അപ്പൊ തുല്യമായ ത്രികോണം വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആദ്യം ഒരു ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ എന്ത് ചെയ്യും? അതിനൊരു ഡയഗണൽ വരയ്ക്കും. ആ ഡയഗണലിന് പാരലായി ആ ഡയഗണൽ മുറിച്ച ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? ആ ഡയഗണൽ മുറിച്ച് ഉണ്ടായ ട്രയാങ്കിളിന്റെ വെർട്ടെക്സിലൂടെ എന്ത് വരയ്ക്കും? ഒരു പാരലൽ വരയ്ക്കും അല്ലേ? ഇതിന് പാരലായിട്ട്, ഈ ഡയഗണലിന് പാരലായിട്ട് വര വരയ്ക്കും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോയിന്റ്, ഈ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് എവിടെ നിന്ന് കൂട്ടിമുട്ടും? ഈ പാരലിലെ ഒരു പോയിന്റിൽ വന്നിട്ട് കൂട്ടിമുട്ടും. ദെൻ നമുക്ക് എന്ത് വരയ്ക്കാം? ഇത് യോജിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കോൺ എന്തായിരിക്കും? മട്ടകോണായിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും. അത് ഏത് കോണാണ്? ഇതാണോ? ഇത് 60 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം അല്ലേ? ഇത് റൈറ്റ് ആംഗിൾ വരില്ല. ഇതായിരിക്കും എന്ത് വരിക? റൈറ്റ് ആംഗിൾ വരിക. അപ്പോ ഇവിടെ ഈ സൈഡ്, അതായത് ഈ താഴത്തെ ബേസ് എന്തായിരിക്കും? ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ശരിയല്ലേ? ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും ഈ ബേസ്. ശരിയാണല്ലോ? അപ്പോ ഇവിടെ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? 90 ഡിഗ്രി കിട്ടുക. ഇതെന്തായിരിക്കും? കൃത്യം 90 ഡിഗ്രി ആയിരിക്കും. ഈ വരച്ച വരകൾ പാരലും അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനും സ്ട്രൈറ്റ് ആണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ആംഗിൾ എന്ത് തന്നെ ആയിരിക്കും? 90 ഡിഗ്രി തന്നെ ആയിരിക്കും.
അപ്പോൾ 6 സെന്റിമീറ്റർ ഒരു വശത്തിന്റെ അളവും ഒരു കോൺ 60 ഡിഗ്രിയുമായ റോംബസ് വരച്ച് ആ റോംബസിന്റെ ഏരിയയ്ക്ക് ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കാൻ കഴിയുക? ഇതേ രീതിയിലാണ് വരയ്ക്കാൻ കഴിയുക. പറഞ്ഞ മനസ്സിലായോ? ഇതേ രീതിയിലാണ് വരയ്ക്കാനായിട്ട് പറ്റുക. അപ്പോൾ എന്ത് ചെയ്യുക? ഇതേപോലെ എന്ത് ചെയ്യുക? അത് വരയ്ക്കുക. ദെൻ ഇനി മറ്റൊരു ചോദ്യം ഇതാണ്. ഡ്രോ എ റെഗുലർ പെന്റഗൺ ആൻഡ് ദെൻ എ ട്രയാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ, കാൽക്കുലേറ്റ് ദ ഏരിയ. അതായത് ഒരു റെഗുലർ പെന്റഗൺ വരയ്ക്കുക. ഒരു റെഗുലർ പെന്റഗൺ അല്ലേ? ഇത് വരയ്ക്കുക. ഒരു റെഗുലർ പെന്റഗൺ. മലയാളത്തിൽ എന്ത് പറയും? ഒരു സമപഞ്ചഭുജം വരയ്ക്കുക. ഒരു സമപഞ്ചഭുജം വരച്ചതിന് ശേഷം അതേ ഏരിയയുള്ള അതേ പരപ്പളവുള്ള ഒരു ത്രികോണം വരയ്ക്കുക. ആ ത്രികോണത്തിന്റെ പരപ്പളവ് എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക, അളന്ന് കണ്ടെത്തുക എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെ ചെയ്യും? ഒരു സമപഞ്ചഭുജം വരയ്ക്കണം അല്ലേ ആദ്യം. അപ്പോൾ ആദ്യം ഒരു സമപഞ്ചഭുജം വരയ്ക്കണം. അപ്പോൾ എന്താണ് സമപഞ്ചഭുജം അല്ലെങ്കിൽ ഒരു റെഗുലർ പെന്റഗൺ? അതുകൊണ്ട് എന്താണ് പെന്റഗൺ? പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 വശങ്ങളുള്ള രൂപം അല്ലേ? 5 വശങ്ങളുള്ള ക്ലോസ്ഡ് ഫിഗർ ആണ് എന്ത്? പെന്റഗൺ. ശരിയല്ലേ? 5 വശങ്ങളുള്ള ഒരു പോളിഗൺ ആണ് പെന്റഗൺ. ഇതൊരു റെഗുലർ പെന്റഗൺ ആകണമെങ്കിൽ എന്ത് വേണം? എന്താണ് അതിന്റെ റെഗുലർ പെന്റഗൺ ആവാനുള്ള ആ ഒരു സവിശേഷത എന്താണ്? അതിന്റെ എല്ലാ വശങ്ങളും ഒരേ അളവായിരിക്കണം. ആ റെഗുലർ പെന്റഗണിന്റെ എല്ലാ വശങ്ങളും ഒരേ അളവായിരിക്കണം. മാത്രമല്ല അതിന്റെ കോണുകളും എന്തായിരിക്കണം? ഒരേ അളവായിരിക്കണം. അതിന്റെ കോണുകളും ഒരേ അളവ് ആയിരിക്കണം. അപ്പോ ഈ റെഗുലർ പെന്റഗണിന് തുല്യമായ ട്രയാങ്കിൾ വരച്ച് അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ ചോദ്യം. അപ്പൊ അത് നമുക്ക് എന്ത് വരയ്ക്കേണ്ടി വരും? പെന്റഗൺ, ഈ റെഗുലർ പെന്റഗൺ വരയ്ക്കേണ്ടി വരും. അപ്പോൾ റെഗുലർ പെന്റഗൺ വരയ്ക്കണമെങ്കിൽ നമുക്കൊരു സൈഡ് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. സൈഡ് നമ്മുടെ ഇഷ്ടമുള്ള അളവ് എടുക്കുക. പക്ഷേ ആംഗിൾ, അതായത് ഓരോ കോണും എത്ര ഡിഗ്രിയാണ്, അത് നമുക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടെത്തണം. അപ്പോ ആദ്യം അറിയേണ്ടത് ഒരു പെന്റഗണിന്റെ ടോട്ടൽ ഇന്റീരിയർ ആംഗിളിന്റെ സം എത്രയാണ്? ഒരു പെന്റഗണിന്റെ ആന്തര കോണുകളുടെ അളവുകളുടെ തുക എത്രയാണ്? ഒരു പെന്റഗണിന്റെ ആന്തര കോണുകളുടെ അളവുകളുടെ തുക എത്രയാണ്? അപ്പോൾ ആ ഒരു പോളിഗണിന്റെ ആന്തര കോണുകളുടെ അളവുകളുടെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? n-2 × 180. ഓർമ്മ ഉണ്ടാവും അല്ലെ? n-2 × 180. ഇതിൽ n എന്തോന്നാണ്? n എന്ന് പറയുന്നത് നമ്മൾ ഏത് പോളിഗണിന്റെ ആണോ കണ്ടുപിടിക്കുന്നത് ആ പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ്, വശങ്ങളുടെ എണ്ണം. അപ്പൊ ഇവിടെ n എത്രയായിരിക്കും? വരയ്ക്കേണ്ടത് റെഗുലർ പെന്റഗൺ ആയതുകൊണ്ട് ഇവിടെ n എത്രയായിരിക്കും? 5 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ആകെ ടോട്ടൽ ഇന്റേണൽ ആംഗിളിന്റെ സം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ഇന്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് n-2 × 180 എന്നുപോലെ n-ന് പകരം 5 കൊടുത്താൽ 5-2 × 180. 5-2 × 180. 5-2 എത്രയാണ്? 3 ആണല്ലേ? 3 × 180. 3 × 180 എത്രയാണ്? 3 × 18 54 ആണ്. അപ്പൊ 3 × 180 540 ആയിരിക്കും. 540 ഡിഗ്രി. ശരിയല്ലേ? എത്രയാണ്? 540 ഡിഗ്രി. അപ്പോ ഇതെന്താണ് ഈ 540? ടോട്ടൽ ഇന്റേണൽ ആംഗിളിന്റെ സമ്മാണ്. ഈ 540 എന്താണ്? ടോട്ടൽ ഇന്റേണൽ ആംഗിളിന്റെ സമ്മാണ്. ഇനി നമുക്ക് ഒരു ആംഗിളിന്റെ മെഷർമെന്റ് വേണം. അപ്പൊ ആകെ 540 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും? റെഗുലർ പെന്റഗൺ ആയതുകൊണ്ട് എല്ലാ ആംഗിളും സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോ 540/5 ആയിരിക്കും. 540/5 എത്രയാണ്? 5 ൽ 5 ഒരു പ്രാവശ്യമാണ്, 4 പോയില്ല. അപ്പോൾ 0 കൊടുക്കുക. 40 8 പ്രാവശ്യം 108 ഡിഗ്രിയാണ്. അപ്പോ 1 ആംഗിൾ ഈസ് ഈക്വൽ ടു എത്രയാണ്? 108 ഡിഗ്രിയാണ്. അപ്പൊ 540/5 എത്രയാണ്? 108 ഡിഗ്രിയാണ്. ഇനി നമുക്ക് എന്ത് വരയ്ക്കാം? പഞ്ചഭുജം വരയ്ക്കാം അല്ലേ? അപ്പോൾ 108 ഡിഗ്രി എടുത്ത് എന്ത് വരയ്ക്കുക? ഓരോ ആംഗിളും 108 ഡിഗ്രി എടുത്ത് എന്ത് വരയ്ക്കുക? ഈ ഒരു റെഗുലർ പെന്റഗൺ
വരയ്ക്കുക. അപ്പോൾ സൈഡ് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു റെഗുലർ പെന്റഗൺ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ അളവുകളെല്ലാം കൃത്യമായിരിക്കണം. കോണളവുകളും വശങ്ങളുടെ അളവുകളും എന്തായിരിക്കണം, കൃത്യമായിരിക്കണം. ഇനി ഇതിന് തുല്യമായ ഒരു ട്രയാങ്കിൾ നിർമ്മിച്ച് എന്ത് കണ്ടുപിടിക്കുക, ഏരിയ കണ്ടുപിടിക്കുക. ഇതിന് തുല്യമായ ഒരു ട്രയാങ്കിൾ നിർമ്മിച്ച് ഏരിയ കണ്ടുപിടിക്കുക. ഇതിന് തുല്യമായ ഒരു ട്രയാങ്കിൾ നിർമ്മിച്ച് എന്ത് കണ്ടുപിടിക്കുക, ഏരിയ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ക്വാഡ്രിലാറ്ററലായ നമ്മൾ എന്ത് ചെയ്യും, ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് കണ്ടുപിടിക്കും എന്ന് പറഞ്ഞല്ലേ. അതായത് ഒരു ഡയഗണൽ വരച്ച് ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യും. ഇവിടെയും അത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ഡയഗണൽ വരയ്ക്കുന്നു. ഞാൻ ഈ ഒരു ഡയഗണൽ വരച്ചാൽ ഇത് ഒരു ട്രയാങ്കിൾ ആയി, ഇതെന്തായി, ഒരു ക്വാഡ്രിലാറ്ററലായി. ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെയും കൂടി ഒരു ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, ശരിയല്ലേ? അതായത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്, ഏരിയ ഓഫ് ദിസ് റെഗുലർ പെന്റഗൺ, ഏരിയ ഓഫ് ദിസ് റെഗുലർ പെന്റഗൺ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് എന്തിന്റെയും ട്രയാങ്കിളിന്റെയും എന്തിലൂടെ, ഒരു വെർട്ടെക്സിലൂടെ അതിന്റെ ബേസിന് പാരലൽ വരയ്ക്കാം. അതായത് ഈ ബേസിനും ഈ ബേസിനും എന്ത് ചെയ്യാം, ഇതിലൂടെയും ഇതിലൂടെയും പാരലൽ വരയ്ക്കുമ്പോ ഇതൊരു പാരലൽ, ഇത് മറ്റൊരു പാരലൽ. അപ്പൊ ഈ രണ്ട് പാരലൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വരയ്ക്കുന്നു. അപ്പൊ ഈ രണ്ട് പാരലൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വരച്ചു. ഇവിടെ വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇതുകൂടി യോജിപ്പിക്കുമ്പോൾ നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഈ ബേസ് കൂടി യോജിപ്പിക്കുമ്പോൾ, ഈ ബേസ് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് യോജിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ട്രയാങ്കിൾ വരയ്ക്കുന്നതിനുള്ള ഓരോ വെർട്ടെക്സുകൾ കൂടി കിട്ടുന്നു. അപ്പോൾ ഇതിനെ വെർട്ടെക്സ് ആക്കി എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇത് വരച്ച് യോജിപ്പിക്കുക. അപ്പോൾ ഈ കിട്ടുന്നതാണ് ഏത്, നമ്മൾ ഈ വരച്ച് ചേർത്തതാണ് എന്ത്, ഈ ട്രയാങ്കിളിന്റെ ഏരിയ. നമ്മൾ ഈ വരച്ച് ചേർത്തത് ഈ ട്രയാങ്കിളിന്റെ ഏരിയയാണ്. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഞാൻ ഈ പെന്റഗണ് എ ബി സി ഡി ഇ എന്ന് പേര് കൊടുത്തിരുന്നുവെങ്കിൽ ഈ എ ഡി ഇ എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും ബി ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെയും എ ഡിയും ബി ഡിയും ബേസ് ആക്കി എടുത്തുകൊണ്ട് ഇയിലൂടെയും സിയിലൂടെയും ഓരോ പാരലൽ വരച്ചാൽ, ബേസിന് പാരലൽ വരച്ചാൽ ആ രണ്ട് പാരലലും എന്തിനോട്, ഈ എയും ബിയും എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനുകളും, എയും ബിയും എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനുകളും ജോയിന്റ് ചെയ്യുന്ന പോയിന്റുകളെ എന്താക്കി എടുക്കാം, രണ്ടാമത്തെയും മൂന്നാമത്തെയും വെർട്ടെക്സ് ആക്കി എടുക്കാം. എന്തിന്റെ, നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിന്റെ. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എ ബി സി ഡി ഇ എന്താണ്, ഒരു റെഗുലർ പെന്റഗൺ ആണ്. ആ റെഗുലർ പെന്റഗണിന്റെ ഏരിയക്ക് ഈക്വൽ ആയിട്ടുള്ള ഏരിയയുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ആ പെന്റഗണിനെ എന്താക്കുക, ഓരോ ട്രയാങ്കിൾ ആക്കുക. എങ്ങനെ ട്രയാങ്കിൾ ആക്കുക, ഓരോരോ ഡയഗണൽ വരച്ച് എന്ത് ചെയ്യാം, ട്രയാങ്കിൾ ആക്കാം. അപ്പോൾ ഒരു ട്രയാങ്കിൾ, രണ്ട് ട്രയാങ്കിൾ, മൂന്ന് ട്രയാങ്കിൾ ആയല്ലോ. ദെൻ ഈ സൈഡുകളിലുള്ള ട്രയാങ്കിൾസ്, ഈ രണ്ട് സൈഡിലുമുള്ള ട്രയാങ്കിൾസിന്റെ ബേസിന് പാരലൽ വരച്ചാൽ, ഈ രണ്ട് സൈഡിലുമുള്ള ട്രയാങ്കിൾസിന്റെ ബേസിന് പാരലൽ വരച്ചാൽ ആ പാരലൽ ഈ എയും ബിയും എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലൈനുകളും കൂട്ടിമുട്ടുന്ന പോയിന്റിനെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെയും മൂന്നാമത്തെയും വെർട്ടെക്സ് ആക്കി എടുത്താൽ, ഈ ഡി എന്ന് പറയുന്നത് ഒന്നാമത്തെ വെർട്ടെക്സ് ആക്കി എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ പോയിന്റുകൾ, ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റുകൾ, ഈ കൂട്ടിമുട്ടിയ ബിന്ദുക്കൾ യോജിപ്പിക്കാം. ഞാൻ എന്താ അവിടെ പേര് കൊടുക്കുന്നു, ഇതിന് എഫ്, ഇതിന് ജി. അപ്പൊ എന്താണ്, ഇത് എഫ് ആണ്, ഇത് ജി ആണ്. അപ്പൊ നമുക്കിവിടെ കിട്ടിയ ട്രയാങ്കിൾ ഏതാണ്, ട്രയാങ്കിൾ ഡി എഫ് ജി. ഈ ഡി എഫ് ജി എന്ന് പറയുന്നത് എന്തിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്, എ ബി സി ഡി ഇ എന്ന് പറയുന്ന റെഗുലർ പെന്റഗണിന്റെ ഏരിയക്ക് ഈക്വൽ ആണ്. എങ്ങനെ ഈക്വൽ ആണ്, കാരണം റെഗുലർ പെന്റഗണിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഈ ട്രയാങ്കിളും കൂടി എന്ത് ചെയ്യുന്നു,
കൂട്ടിയ ശേഷം അവിടെ ഇത് കൂട്ടും അല്ലേ? അങ്ങനെ ഈ 3 ട്രയാങ്കിളും കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റെഗുലർ പെന്റഗണിന്റെ ഏരിയ കിട്ടുമായിരുന്നു. പക്ഷേ ഈ ട്രയാങ്കിളിനും തുല്യമായ ട്രയാങ്കിളാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് ഈ റെഗുലർ പെന്റഗണിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ റെഗുലർ പെന്റഗണിന്റെ ഏരിയ എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ? അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ബേസിലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ആ പെർപെൻഡിക്കുലറിന്റെ അളവും ഈ എഫ് ജിയുടെ അളവും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ഹാഫ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഈ ട്രയാങ്കിൾ ഏരിയ കിട്ടൂലേ? വേറെ ഒന്നുമില്ല, ഏരിയ ഈക്വൽ ഹാഫ് ബി എച്ച്. അതേ പറഞ്ഞുള്ളൂ. അതായത് ഹാഫ് ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഇൻറ്റു ഈ എഫ് ജി, അതായത് ബേസ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി എഫ് ജി എന്തിന് ഈക്വൽ ആണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഡി ഇക്ക് ഈക്വൽ ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ ഈ പടം വരയ്ക്കുക. വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഒരു ഹൈറ്റ് കറക്റ്റ് 90 ഡിഗ്രി എടുത്ത് ഹൈറ്റ് വരയ്ക്കുക. ഹൈറ്റ് വരച്ച് എന്ത് ചെയ്യുക? ഹൈറ്റ് അളന്ന് നോക്കി ഈ എഫ് ജിയും അളന്ന് നോക്കിയ ശേഷം ഹാഫ് ബി എച്ച് എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പെന്റഗണിന്റെ ഏരിയ കിട്ടും. അതായത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും. ആ ട്രയാങ്കിളിന്റെ ഏരിയ തന്നെയാണ് ഈ പെന്റഗണിന്റെയും ഏരിയ. ഓക്കെ ആണല്ലോ? അപ്പൊ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ രണ്ടാമത്തെ ഭാഗത്തിൽ പറയാനുള്ളത്. ഇനി എന്ത് ചെയ്യുക? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പ്രിൻസിപ്പാളിനോട് എന്ത് ചെയ്യുക? മെസ്സേജ് ചോദിക്കുക. അടുത്ത ദിവസം ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് തീർക്കാം. ആ ഡൗട്ട് നമുക്ക് തീർക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി.